സച്ചി വീടിന് മുന്നിൽ നിന്നിട്ട് പറയാണ്, ആരൊക്കെ വീഡിയോ കണ്ട് വിശ്വസിച്ചാലും എൻ്റെ അച്ഛനും രേവതി ഒരിക്കലും വിശ്വസിക്കില്ല എന്ന് പറയാണ് കേട്ടോ. അങ്ങനെ സച്ചി ഉള്ളിലേക്ക് കയറി പോകുമ്പോൾ തന്നെ ഹാളിൽ തന്നെ രവി ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ രവിനെ കണ്ടിട്ട് സച്ചി ഇങ്ങനെ നോക്കുകയാണ്. ആ സമയത്ത് ചന്ദ്രയും അതുപോലെ എല്ലാവരും ആ ഹാളിലേക്ക് വരികയാണ്. എന്നിട്ട് നമ്മുടെ ശ്രുതി പറയും, നീ പേടിക്കണ്ട, നിന്റെ സിനിമ ഞാനിവിടെ ടി വിയിൽ ഇട്ടിട്ട് എല്ലാവർക്കും കാണിച്ചു കൊടുത്തിട്ടുണ്ട്, അതെന്തായാലും ഹിറ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുക പറയും. അപ്പോൾ നമ്മുടെ ശ്രുതി പറയും, അതെ, നീയാണ് ഇപ്പോൾ ട്രെൻഡിങ് ലിസ്റ്റിൽ 1, നീയിപ്പോൾ ഫേമസ് ആയി, ഇനിയിപ്പോൾ അസോസിയേഷനൊക്കെ തുടങ്ങും കുടിയന്മാരുടെ. അപ്പം നമ്മുടെ ശ്രുതി പറയും, അപ്പം നമുക്ക് മുഴുക്കുടിയെന്ന് പേരിടാം എന്നൊക്കെ പറയട്ടോ. അപ്പോൾ സച്ചി ഇങ്ങനെ ഡാ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോകാൻ നിൽക്കും. അപ്പോൾ രവി അവിടെ നിന്ന് നീട്ടിട്ട് പുറത്തേക്ക് പോവുകയാണ്. അപ്പോൾ സച്ചി പിന്നാലെ പോയിട്ട് അച്ഛൻ ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല അച്ഛാ എന്ന് പറയുമ്പോൾ, വിടറ എൻ്റെ കൈ വിട് എന്ന് പറഞ്ഞിട്ട് പറയൂട്ടോ. ഞാൻ ഒരിക്കലും ഇതുവരെ കുടിച്ചിട്ടില്ല എന്ന് പറയും. അപ്പോഴും ഇങ്ങനെ ശ്രുതി ഓരോന്ന് പറയുമ്പോൾ ശ്രുതിയുടെ മേലേക്ക് ചെല്ലാണ് സച്ചി. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ സച്ചിനെ പിടിച്ച് വലിച്ചിട്ട് അടിക്കാൻ കയ്യോങ്ങാണ് കേട്ടോ രവി. അപ്പോൾ തന്നെ രേവതി അച്ഛാ എന്നിങ്ങനെ വിളിക്കുമ്പോൾ പിന്നെ അടിക്കാതെ വിടുകയാണ്. അപ്പോൾ സച്ചി നമ്മുടെ ചന്ദ്ര ചോദിക്കും, എന്തിനാ അടിക്കാൻ ഓങ്ങിയ കൈ വെറുതെ ആക്കിയത്, അങ്ങോട്ട് കൊടുക്കായിരുന്നില്ലേ, നിങ്ങൾ അടിയൊന്നും കൊടുത്ത് വളർത്താത്തതിൻ്റെയാണ് ഇവൻ കാണിക്കുന്നത് എന്നൊക്കെ പറയും. അപ്പോൾ സച്ചിക്ക് എന്തിനാ അച്ഛൻ കൈ പിൻവലിച്ചത്, എന്നെ അടിച്ചോന്ന് പറഞ്ഞിട്ട് സച്ചി രവിയുടെ കൈ പിടിച്ച് ഇങ്ങനെ അടിപ്പിക്കുകയാണ് കേട്ടോ. എന്നിട്ട് രവി പറയും, നിന്നെ പറ്റിയിട്ട് ഞാൻ എന്തൊക്കെയാണ് നാട്ടുകാരോട് പറഞ്ഞത്, സച്ചി നല്ലവനാണ്, അവൻ വേണ്ടാത്തൊന്നും ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പാവ നാട്ടുകാർ മുന്നിലേക്ക് തല ഉഞ്ച് നടക്കേണ്ടി വന്നില്ലേ എന്നൊക്കെ പറയും. അങ്ങനെ സച്ചി പോയിട്ട് രേവതി നീയെങ്കിലും എന്നൊന്ന് വിശ്വസിക്കുക പറയുമ്പോൾ രേവതിയും വിശ്വസിക്കുന്നില്ല കേട്ടോ. അതൊക്കെയാണ് ഇന്നത്തെ ഒരു എപ്പിസോഡിൽ.